ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ പോകുന്നത് ടോക്കിയോയിലെ ഓൾഡസ്റ്റ് ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ്. അതിൻ്റെ ഗേറ്റ് തന്നെ ഒരു സംഭവമാണ്. ഒരു 5 സ്റ്റോറി പഗോഡയാണ്. കാണാൻ അതിമനോഹരം. പക്ഷേ ഒരു കാര്യം, നിറയെ തിരക്കാണ്, ഭയങ്കര ക്രൗഡാണ്. കയറി ചെല്ലുന്നതിൻ്റെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഈ ചന്ദനത്തിരിയൊക്കെ പോലെ പുകയ്ക്കുന്ന ഒരു സാധനമുണ്ട്, നല്ല സുഗന്ധമാണ്. അപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞു, നിങ്ങൾ ഈ പുക നിങ്ങളുടെ ബാഗിലൊക്കെ നിറയ്ക്കണം, അപ്പം നിങ്ങൾക്ക് നിറയെ പൈസ കിട്ടും, നിങ്ങളുടെ ശരീരത്തോട്ടൊക്കെ ആ പുക ഇങ്ങനെ വീഴ്ത്തണമെന്ന്. അപ്പം നല്ല ഐശ്വര്യം ഉണ്ടാവുന്നു. അപ്പം ഞാൻ ഒട്ടും കുറച്ചില്ല, ബാഗിലൊക്കെ പുകയൊക്കെ നല്ലപോലെ നിറച്ചു. അതിനകം അതിമനോഹരമായിരുന്നു. ഒരു ബുദ്ധിസ്റ്റ് ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതിനകത്തെല്ലാം ഉണ്ടായിരുന്ന മനോഹരം. പക്ഷെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. തിരിച്ച് വരുമ്പോഴും നല്ല തിരക്കായിരുന്നു. ഈ പഗോഡാസൊക്കെ കാണാൻ അതിമനോഹരമായിരുന്നു. അതിനകത്തിലെ ചിത്രപ്പണികളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ തിരിച്ച് വരുമ്പോഴും ഞാൻ ചന്ദനത്തിരി പുകയുന്ന അവിടെ പോയി എൻ്റെ ബാഗിനകത്ത് കുറച്ചുകൂടെ പുക നിറയ്ക്കാനൊന്നും മറന്നിട്ടില്ല കേട്ടോ. എന്തിനാണ് നമ്മൾ കുറയ്ക്കുന്നത്? പൈസയൊക്കെ നല്ലപോലെ ഉണ്ടാകട്ടെ, എന്നാലല്ലേ ഇതിങ്ങനെ കറങ്ങി നടക്കാനൊക്കത്തുള്ളൂ അല്ലേ? അങ്ങനെ ഞാൻ വീണ്ടും ചന്ദനത്തിരി പുകയുന്ന അവിടെ പോയി വീണ്ടും ബാഗൊക്കെ തുറന്ന് ചന്ദനത്തിരിയുടെ ഗന്ധം എൻ്റെ ബാഗിലൊക്കെ വീണ്ടും നിറച്ച് സന്തോഷവതിയായിട്ടാണ് അവിടെ വിടുന്നത്. എന്തിനാ കുറയ്ക്കുന്നത്? കിട്ടട്ടെ, ബുദ്ധ ഭഗവാൻ കുറേ കൂടെ നമുക്ക് വെൽത്തൊക്കെ തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പം കണ്ടില്ലേ പഗോഡാസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ലഞ്ചാണ്, ഒരു ടിപ്പിക്കൽ ജാപ്പാനീസ് ലഞ്ചാണ്. ഒരു സൂപ്പ്, പിന്നെ തോഫു എന്ന് പറയുന്ന ഇതാണ്, പിന്നെ ചിക്കൻ്റെ 2-3 പീസുകൾ ഫ്രൈ ചെയ്ത്, ചോറ് സ്റ്റിക്കി റൈസ്, ഇങ്ങനെ 2-3 ഉരുള ചോറ് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ഒരു പ്ലേറ്റ് നിറയെ സാലാഡ് അതുണ്ടായിരുന്നു, ഒരു ചെറിയ പിക്കിള്. അപ്പം അവർ കഴിക്കുന്ന ഇതുപോലത്തെ സ്റ്റിക്ക് ഉപയോഗിച്ചാണല്ലോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് സക്സസ്ഫുള്ളായി ഞാനത് കഴിക്കാൻ സാധിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞാനും അതൊന്ന് കഴിക്കാനൊക്കെ ട്രൈ ചെയ്തു. നല്ല ഫുഡ് ആയിരുന്നു. പിന്നെ സ്പൈസി ഒന്നുമല്ല, എരിവും പുളിയും ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ അവരവരുടെ ഫുഡ്, അവിടുത്തെ ഫുഡ് കഴിക്കുക, അതാണല്ലോ നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കുറേ കാര്യങ്ങളുണ്ട്. ജപ്പാനീസ് അറിയാവുന്നവരൊക്കെ ഇത് വായിച്ച് നോക്കിക്കോളൂ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ